ഇന്ന് പരമാവധി ലളിതവൽക്കരിച്ച് ഞാൻ പറയുന്നത് ആയുർവേദത്തിന്റെ രഹസ്യമാണ്. ഈ രഹസ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടൊന്നും വേണം. കാരണം ആ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. അതറിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. കെട്ടിടം പണിയുമ്പോൾ ആദ്യം ചില പില്ലേഴ്സ് വെക്കും. അതെന്തിനാണ് ആ കെട്ടിടം ഉടമസ്ഥൻ അറിഞ്ഞില്ലെങ്കിൽ പോലും കെട്ടിടം പണിയണ മേശിരിക്കും അത് സങ്കല്പിച്ച ആളുകൾക്ക് വരില്ല. അതിനെ പില്ലേഴ്സ് എന്ന് പറയും. ആയുർവേദം മാതിരിയുള്ള ചികിത്സകളിൽ 3 പില്ലേഴ്സാണ്, 3 തൂണുകളാണ് അതിന്റെ അടിസ്ഥാനം. ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുസ്സിന്റെ വേദം. വേദം എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്. ഇതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. അറിവില്ലായ്മ അതിനെന്താ പറയാ? ഇല്ല. വേദന എന്ന് പറഞ്ഞാൽ വിവരമില്ല. ആദ്യം വേദന വരുമ്പോ ഒന്ന് ആലോചിക്കണം. പെട്ടെന്ന് വേദന വരുമ്പോ കോപമൊക്കെ വന്നാല് വിവരമില്ലായ്മയാണ് ഇപ്പൊ വേദന. വേദമില്ല. എന്താ ഈ വിവരമില്ല എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വിവരം എന്ന് പറഞ്ഞാൽ PSC പരീക്ഷ എഴുതിയായിട്ട് മാർക്ക് കിട്ടുക മാത്രമല്ല, എന്തോ ഒരു കാര്യത്തിൽ എനിക്ക് വിവരമില്ലായ്മ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ വേദന. അതിന്റെ സിഗ്നലാണിത്. മേലുദ്യോഗസ്ഥന്റെ മെമ്മോ കൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എവിടെ എനിക്കൊരു തെറ്റ് പറ്റിയിരുന്നു. ആ തെറ്റ് പറ്റിയപ്പോ മേലുദ്യോഗസ്ഥൻ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി വന്നുള്ള മെമ്മോ ആണ് വേദന. ആ മെമ്മോ കൊടുക്കുന്ന ആളെ അകത്ത് കയറ്റാതെ എങ്ങനെ വഴിയിൽ വെച്ച് തല്ലിക്കൊല്ലാന്ന് ചിന്തിച്ചാലോ വേദന ഉണ്ടാകും. ആ വേദം ഇല്ലായ്മയ്ക്ക് വേദത്തിലേക്ക് എത്തണം. ഇനി അറിവ് ഉണ്ടാക്കണം. ആ അറിവുണ്ടാക്കണമെങ്കിൽ എവിടെയാ തെറ്റ് പറ്റിയത് നോക്കലുന്നുണ്ടോ? എവിടെയാണ് എന്റെ ജീവിതക്രമത്തിൽ തെറ്റ് പറ്റിയത്? ആ തെറ്റ് പറ്റിയോണ്ടാണല്ലോ ഈ വേദന ഇവിടെ വന്നത്. അതിന്റെ സിഗ്നലാണല്ലോ. അത് തിരുത്തുകയാണോ ഇപ്പൊ ചെയ്യുന്നത്? ഇതിന് പരിഹാരം കാണുകയാണോ ചെയ്യുന്നത്? ധാരാളം പ്രഭാഷണങ്ങൾ കേൾക്കുകയും ഗ്രന്ഥങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തിട്ട് ചില കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ വയ്യ. രോഗലക്ഷണത്തിനാണ് ചികിത്സ അധികവും. അല്ലാന്ന് പറയും. അല്ലാന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളത് കൊണ്ടാണ്. ചിലവര് കാര്യമായിട്ട് പറയും ഞങ്ങളുടെ ശാസ്ത്രം രോഗകാരണം കണ്ടുപിടിക്കലാണ്, ലക്ഷണത്തിനല്ല. അതിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് കണ്ടുപിടിക്കലാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ അതല്ല. രോഗലക്ഷണത്തിനാണ് ചികിത്സ. രോഗലക്ഷണമാണല്ലോ നമ്മൾ പറയണത്. ഡോക്ടറെ കാണാൻ പോയിട്ടെങ്കിൽ എന്താ, രാവിലെ എണീറ്റപ്പോ ഇവിടെ ഒരു കുളത്തിപ്പിടുത്തം, ഇവിടെ ഒരു വേദന, വയറിന് ഇങ്ങനെ, ലക്ഷണമല്ലേ പറഞ്ഞത്? ആ ലക്ഷണമില്ലാതാക്കല്ലേ കൊണ്ട്. ഇതിന്റെ റീസൺ ഇതൊന്നും ആവില്ല. ഇതിന്റെ റീസൺ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യമായി സ്വന്തം ശരീരത്തോടും സെല്ലുകളോടും നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി എവിടെയാ പറ്റിയത്. ശാരീരികമായിട്ടുള്ള ചില അവശതകളൊക്കെ നമുക്ക് വരും. സംസാരിക്കണം എനിക്കും ഉണ്ടായിരുന്നു.
കേൾക്കുന്ന അധികവും ഉടനെ ഇന്ന രോഗമാകാം, ഉടനെ പോയിട്ട് ഒരു ബിഷഗ്വരനെ കാണണം എന്നൊക്കെ പറയും. കാണണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ രോഗിക്ക് ചില ഉത്തരവാദിത്വം. ഈ ലക്ഷണം കാണിച്ച് വേറെന്തോ ഒരു കാര്യം. ഇത് സംസാരിക്കുമ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അകത്ത് വെച്ചിട്ട് ഇത് കൂട്ടി നടക്കുമ്പോൾ പരമാവധി ശബ്ദമില്ലാതിരിക്കാൻ നോക്കുന്നു. ആ സമയത്ത് കാളിമ്പല്ലടിക്കും. ഇപ്പോ പ്രശ്നം കാളിമ്പല്ലാണോ? കാളിമ്പല്ലല്ല പ്രശ്നം. കാളിമ്പല്ല് അടിക്കുന്ന കാളിമ്പല്ല് എവിടെ നോക്കിയാണ്ട് വീട് ഇടിച്ച് വെച്ചാൽ മതിയല്ലോ. പിന്നെ അടിക്കില്ലല്ലോ. പ്രശ്നം കഴിഞ്ഞില്ലേ? ആ ബെല്ലടിക്കാതെ ഇരിക്കലാണോ? ഏതോ ഒരു വ്യക്തി അത് വിരൽ വെച്ചിട്ട് അയാൾക്കൊരു കാര്യം പറയാനാണ്. നിരപരാധിയായ ഒരു വ്യക്തി ഒരു കാര്യം പറയാനുള്ള ഒരു ഉപകരണമാണ് കാളിമ്പല്ല്. അപ്പൊ പ്രശ്നം എന്താ? പ്രശ്നം ഈ കാളിമ്പല്ല് ശല്യം ഉണ്ടാക്കും. അപ്പൊ ഒരു വിദഗ്ധൻ വന്നിട്ട് ആ ബെല്ല് അടിക്കാത്ത രീതിയിൽ ബെല്ലിനെ മാറ്റി. പിന്നെ കാളിമ്പല്ലിന്റെ പ്രശ്നം കഴിഞ്ഞല്ലോ. ഇതല്ലല്ലോ ഇതിലിപ്പോ. എന്താണ് റീസൺ? ആലോചിക്കേ വേണം. രോഗിക്ക് വലിയ ഉത്തരവാദിത്വമാണ്. ഇതിന് പകരം അനവധി തരത്തിലുള്ള ഡോക്ടറെ അടുത്തിരുന്നത് അത് ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആ രോഗി ചിന്തിച്ചുകൊണ്ടേയിരിക്കണം എന്തുകൊണ്ടാ സംഭവിച്ചത്. അത് കണ്ടുപിടിച്ച് അതുകൂടി ചേർത്ത് വൈദ്യനോട് പറയണം. ഏതൊരു വ്യക്തിക്കും അങ്ങനെ സംഭവിക്കും. ഒരു വൈദ്യനായിട്ട് ഞാനൊരു കാര്യം സംസാരിച്ച വൈദ്യൻ എന്നോട് പറഞ്ഞാണ് എല്ലാ രോഗികളും ഇങ്ങനെ സംസാരിച്ച അത്ര നന്നായിരുന്നു. 99.4% നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇതാണ് അതിന്റെ ഒരു കാരണം കണ്ടുപിടിക്കും. ഈ കാരണം കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുമ്പോഴും ശരിക്കും രോഗകാരണത്തിന്റെ ഉറവിടം കണ്ടുപിടിക്കുന്ന ചികിത്സാ രീതിയാണ് ആയുർവേദം. ആയുർവേദത്തെ പറ്റി പറയുമ്പോൾ ബാക്കി ശാസ്ത്രങ്ങൾ മുഴുവൻ ഇങ്ങനെയല്ല എന്ന് നമ്മൾ വളരെ തട്ടിക്കണ്ട. അത് ഉറവിടം കണ്ടുപിടിക്കാതെ ചികിത്സിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം. പൊതുവെ നമ്മുടെ അടിസ്ഥാന ശാസ്ത്രമായിട്ടുള്ള ആയുർവേദത്തിന് ആയുസ്സിന്റെ വീതം എന്ന് വിളിക്കാൻ കാരണം ഇതാണ്. ഓരോന്നിനും ഓരോ പ്രത്യേകത. നാളെ അലോപ്പതി എന്നുള്ള വിഷയം വരുമ്പോൾ അതിന്റെ ഗുണം ഞാൻ പറയും. അതും ആധുനികമായിട്ടുള്ള ശാസ്ത്രം തന്നെയാണ്. ശാസ്ത്രീയമായിട്ട് നമ്മൾ പുരോഗമിക്കും തോറും മാറ്റങ്ങൾ വരും. പൊതുവെ ശരീരത്തിന്റെ ഉടമസ്ഥന് ഈ ലക്ഷണങ്ങൾ പറയുന്നത് മാത്രം പോരാ. ലക്ഷണം വിവരണം ആവരുത്. എന്തുകൊണ്ടൊക്കെ സംഭവിച്ചു അത് തിരുത്തുക വഴി രോഗം മാറും, വേദന മാറും. അതുകൂടി ചേർത്ത് ചിന്തിക്കണം. ഇത് പറഞ്ഞു കൊടുക്കുന്ന ആരുടെ പേരാണ് ബിഷഗ്വരൻ. ബിഷഗ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഇവിടെ ഒരു വേദനയാണ്, കഴിച്ചോ മരുന്ന് എന്ന് എഴുതി കൊടുക്കൽ മാത്രമല്ല, ഇത് വൈദ്യശാസ്ത്രം പഠിക്കുന്നതോടൊപ്പം എല്ലാ ശാസ്ത്രത്തിനും അതിൻ്റെ പ്രാധാന്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ചിന്തിച്ച് വാക്കുകൾ